അതേപോലെ തൃശ്ശൂരുണ്ടായിരുന്നത് കേരളത്തിലും ആവർത്തിക്കാൻ പോവുകയാണ്. ഇതിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് ഉണ്ടായില്ലെങ്കിൽ അപ്പോൾ ഇത് വളരെ പ്ലാൻഡ് ആയിട്ടുള്ള പരിപാടിയാണ്. ഇക്കാര്യത്തിൽ CPM ആദ്യകാലം മുതലേ അവർക്കൊരു സ്ട്രാറ്റജിയുണ്ട്. മന്ത്രിമാരെ വ്യാപകമായി ഭൂമാഫിയകളെ യോജിച്ചുകൊണ്ട് ഭൂമി എഴുതി കൊടുക്കുന്ന ഒരു ജോലി നടക്കുന്നു. ഇത് സർവകലാശാല കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത്. ചില മന്ത്രിമാരുടെ താല്പര്യത്തിന് വഴങ്ങി സിൻഡിക്കേറ്റ് വീണ്ടും ആ ഭൂമി വിട്ടുകൊടുക്കാൻ സമ്മതിച്ചിരിക്കുകയാണ്. നമസ്കാരം. സർവകലാശാലകളുടെ ഭൂമികൾ ഭൂമാഫിയകൾ കൈയടക്കുന്നതായുള്ള വാർത്തകൾ ഇതിനു മുൻപും പുറത്തു വന്നിട്ടുണ്ട്. കേരള യൂണിവേഴ്സിറ്റിയുടെ ഭൂമി ഇത്തരത്തിൽ കയ്യേറിയ വാർത്തയെല്ലാം പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെ ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും ഇതിന് സമാനമായ സംഭവം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കേരള യൂണിവേഴ്സിറ്റി മുൻ സിൻഡിക്കേറ്റ് അംഗമായ RS ശശികുമാർ സാർ ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ്. സാർ, ഈ സർവകലാശാലകളുടെ ഭൂമികൾ ഭൂമാഫിയകൾ കൈയടക്കുന്നതായുള്ള വാർത്തകൾ ഇതിനു മുൻപും പുറത്തു വന്നിട്ടുണ്ട്. കേരള സർവകലാശാലയിൽ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും ഇത്തരത്തിൽ പിടിമുറുക്കുകയാണ്. എന്താണ് സംഭവം? അത് വികസനത്തിൻ്റെ മറവിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ സർവകലാശാലയുടെ ഭൂമി സർക്കാരിൻ്റെ ഒത്താശയോടുകൂടി ചില ഭൂമാഫിയകൾക്ക് കൈമാറ്റം ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം. CPM ഭരിച്ചുകൊണ്ടിരുന്ന ബംഗാളിലും ത്രിപുരയിലുമെല്ലാം ഭൂമാഫിയായിട്ടുള്ള അവരുടെ ബന്ധങ്ങൾ വളരെ വലുതായിരുന്നു. അത് ഇപ്പോൾ കേരളത്തിൽ ആവർത്തിക്കപ്പെടുകയാണ്. 1977 കേരള സർവകലാശാലയിൽ നിന്ന് തന്നെ ഭൂമി വാങ്ങിയാണ് AKG സെൻറ്റർ ഇവിടെ നിർമ്മിച്ചത്. അതിനെ അന്ന് AKGയുടെ പേരിൽ ഒരു പഠന ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുമെന്നും ആ ട്രസ്റ്റിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് നമ്മുടെ സ്വാതന്ത്ര്യസമര സേനാനികളായിരുന്ന ആദ്യത്തെ കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്ന C നാരായണപിള്ള, MG കോളേജിൻ്റെ പ്രിൻസിപ്പലും മദ്യനിരോധന സമിതിയുടെ ചെയർമാനായിരുന്നു MP മന്മഥൻ, ലക്ഷ്മി N മേനോൻ തുടങ്ങിയവരായിരുന്നു. അവരുടെ പേരിൽ ട്രസ്റ്റ് ഉണ്ടാക്കി AK ആൻ്റണിയെ സമീപിച്ചപ്പോൾ AK ആൻ്റണി അനുവദിച്ചതാണ് ഈ സ്ഥലം. പക്ഷേ അവിടെ AKGയുടെ പഠന ഗവേഷണ കേന്ദ്രമല്ല നടന്നതെന്നും അവിടെ പാർട്ടി ഓഫീസാണെന്ന് ഈ അടുത്ത കാലത്ത് പാർട്ടിയുടെ CPM സെക്രട്ടറി തന്നെ പറഞ്ഞു. ഞങ്ങൾ പുതിയ ബിൽഡിങ്ങിലിട്ട് മാറുകയാണ്, പാർട്ടി ഓഫീസ് ഇങ്ങോട്ട് മാറ്റുന്നു. അപ്പോൾ ഗവൺമെൻറ് ഏത് പർപ്പസിന് വേണ്ടിയാണോ യൂണിവേഴ്സിറ്റിയുടെ പ്രോപ്പർട്ടി കൊടുത്തത് അതിനു വേണ്ടിയല്ല വിനിയോഗിച്ചത്. അപ്പോൾ ക്രമവിരുദ്ധമാണ്. അതുപോലെ ഇപ്പോൾ യൂണിവേഴ്സിറ്റി പ്രോപ്പർട്ടി കേരള സർവകലാശാലയുടെ 37 ഏക്കർ ഭൂമിയാണ് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന് വേണ്ടി മാറ്റിക്കൊടുത്തത്. അത് അച്യുതാനന്ദൻ ഗവൺമെൻറ് കാലത്താണ്. അതിനുശേഷം ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലത്ത് അലോട്ട് ചെയ്തപ്പോൾ ഒരു വ്യവസ്ഥ അവിടെ വെച്ചു, 2.5% പാട്ട തുക. പക്ഷേ ഇന്ന് വർഷം 10 കഴിഞ്ഞ് 84 കോടി രൂപ പാട്ട കുടിശ്ശികയായിട്ട് കൊടുക്കാനുണ്ട്. ഈ സ്റ്റേഡിയം ഇപ്പോൾ ആരുടെ നിയന്ത്രണത്തിലാണെന്ന് പോലും സർവകലാശാലയ്ക്ക് അറിയില്ല. ഇത് നമ്മുടെ ഇപ്പോഴത്തെ സ്പോർട്സ് മന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞതാണ്. സമാനമായി കാലിക്കറ്റ് സർവകലാശാലയിൽ 50 ഏക്കർ ഭൂമി ഫുട്ബോൾ സ്റ്റേഡിയത്തിന് വിട്ടുകൊടുക്കാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. സിൻഡിക്കേറ്റ് തത്വത്തിൽ തീരുമാനിച്ചു കഴിഞ്ഞു. മന്ത്രിയുമായി സിൻഡിക്കേറ്റ് അംഗങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു. 50 ഏക്കർ ഭൂമി എന്ന് പറയുമ്പോൾ 500 കോടി രൂപയുടെ സ്വത്താണ്. അത് കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ചില ബിസിനസ് കേന്ദ്രങ്ങൾ, വാണിജ്യ കോംപ്ലക്സ് ഉൾപ്പെടെ ആ നാഷണൽ ഹൈവേയിൽ പണിയുന്നതിന് വേണ്ടിയാണ് 50 ഏക്കർ ഭൂമി വെച്ചിരിക്കുന്നത്. ആ ഭൂമി സൗജന്യമായി കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ സർവകലാശാല ഭൂമി വ്യാപകമായി കേരളത്തിൽ എല്ലായിടവും വിറ്റ് മുതലാളിമാർക്ക് വേണ്ടി കൊടുക്കുകയാണ്. കാലിക്കറ്റ് സർവകലാശാല 1967 രൂപീകരിക്കുന്നത് മുഹമ്മദ് കോയയുടെ കാലത്താണ്. അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹമാണ് മലപ്പുറത്ത് ഇത്രയും സ്ഥലം കണ്ടെത്തിയത്. അപ്പോൾ അവിടെ ഭാവിയിൽ വരുന്ന വികസനം കണ്ടുകൊണ്ടാണ് ഈ ഏക്കർ. ഇത് അപ്പോൾ 4 വർഷത്തേക്ക് അധികാരത്തിൽ വരുന്ന സിൻഡിക്കേറ്റോ അല്ലെങ്കിൽ 5 വർഷത്തേക്ക് വരുന്ന ഗവൺമെൻറ്റോ അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് പതിച്ചു കൊടുക്കാനുള്ള ഒരു മാർഗ്ഗമായി സർവകലാശാല ഭൂമിയെ കണ്ടിരിക്കുകയാണ്. അത് ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല. കാരണം സർവകലാശാലയുടെ വികസനത്തിന് ഭൂമി വളരെ ആവശ്യമാണ്. പുതുതായിട്ട് ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ട് സർവകലാശാല ക്യാമ്പസ് ഡിഗ്രി കോഴ്സുകളെല്ലാം വരുമ്പോൾ കൂടുതൽ കെട്ടിടങ്ങൾ വേണ്ടി വരും. അപ്പോൾ അതെല്ലാം മാറ്റിവെച്ചിട്ട് അവിടെ ഈ സ്റ്റേഡിയം തുടങ്ങുന്നതിൻ്റെ പിന്നിൽ ഇവിടെ കേരള സർവകലാശാലയിൽ എങ്ങനെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം കൊടുത്തോ അതേ രീതിയിലുള്ള ഇതാണ്.
ഇതുപോലെ തന്നെയാണ് മറ്റ് സർവകലാശാല. ഇപ്പോൾ തന്നെ കേരള സർവകലാശാലയിലും സയൻസ് പാർക്ക്, ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെൻറ്റ്, സ്പോർട്സ് മന്ത്രി സ്പോർട്സിൻ്റെ പേരിൽ സ്റ്റേഡിയങ്ങൾ ഒത്താശയോടുകൂടി ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ ഇൻഡസ്ട്രി മിനിസ്റ്റർ സയൻസ് പാർക്കുകൾ, പുതിയ പുതിയ തൊഴിലവസരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി സയൻസ് പാർക്കുകൾ വ്യാപകമായിട്ട് ആരംഭിക്കണം. അതിൻ്റെ പിന്നിലും ഭൂമാഫിയാണ്. കാരണം ഈ ഭൂമികൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അത് തിരിച്ച് സർവകലാശാലയ്ക്ക് ലഭിക്കില്ല. കേരള സർവകലാശാല 100 കോടി രൂപയുടെ 10 ഏക്കർ ഭൂമി വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് സയൻസ് പാർക്കിന്. കാലിക്കറ്റ് കണ്ണൂർ സർവകലാശാല, കുസാറ്റ് എല്ലായിടവും 10-20 ഏക്കർ ഭൂമി വാങ്ങി അവിടെ സയൻസ് പാർക്ക് ആരംഭിച്ചിട്ട് എല്ലാം സ്വകാര്യ ഏജൻസിക്കാണ് ഏൽപ്പിക്കുന്നത്. അതിൻ്റെ പിന്നിൽ ഇൻഡസ്ട്രീസ് മന്ത്രിയാണ്. അപ്പോൾ ഇവിടെ മന്ത്രിമാർ വ്യാപകമായി ഭൂമാഫിയകളെ യോജിച്ചുകൊണ്ട് ഭൂമി എഴുതി കൊടുക്കുന്ന ഒരു ജോലി നടക്കുന്നു. ഇത് സർവകലാശാല കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത്. തീർച്ചയായിട്ടും അത് സർവകലാശാല വികസന പ്രവർത്തനത്തിന് ദോഷകരമായി ബാധിക്കുമെന്നുള്ള കാര്യം സംശയമില്ല. കേരള സർവകലാശാലയിൽ ഈ 10 ഏക്കർ ഭൂമി കൊടുക്കാനായിട്ട് തീരുമാനിച്ചതിനെതിരെ വൈസ് ചാൻസലർ മുഖ്യമന്ത്രിയെ കണ്ട് സംസാരിച്ചു. മുഖ്യമന്ത്രിയോട് പറഞ്ഞു സർവകലാശാല വികസനത്തിന് ദോഷകരമായി ബാധിക്കുമെന്ന് പറയുമ്പോൾ അദ്ദേഹം മറ്റൊരു സ്ഥലം കണ്ടെത്താൻ നിർദ്ദേശിച്ചിട്ട് പോലും ചില മന്ത്രിമാരുടെ താല്പര്യത്തിന് വഴങ്ങി സിൻഡിക്കേറ്റ് വീണ്ടും ആ ഭൂമി വിട്ടുകൊടുക്കാൻ സമ്മതിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനെതിരെ ഒരു ബഹുജന രോഷം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. കാരണം ഈ ഗവൺമെൻറ് പോകുന്നതിന് ഏതാനും മാസങ്ങളേ ഉള്ളൂ. അതിനു മുമ്പ് ഭൂമി കച്ചവടം നടത്തി പണം ഉണ്ടാക്കുന്നതിനുള്ള മാർഗങ്ങൾ കണ്ടെത്തുന്നു. അതിനെ അവർ കണ്ടെത്തുന്നത് സർവകലാശാല ഭൂമിയാണ്. കാലിക്കറ്റ് സർവകലാശാലയിലെ ഹൈവേക്ക് തൊട്ട് ചേർന്നതാണ്. അവിടെ കോംപ്ലക്സൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും വലിയൊരു വാണിജ്യ കേന്ദ്രമായി മാറും. അപ്പോൾ അവിടെ ലക്ഷ്യം അതാണ്. അപ്പോൾ ഈ 50 ഏക്കർ ഭൂമി കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ആ ഭൂമി തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. ഇത് പറയുമ്പോൾ കാലിക്കറ്റ് സർവകലാശാലയിൽ വർഷങ്ങൾക്ക് മുമ്പ് ചില കശുവണ്ടി മുതലാളിമാർ അവരുടെ കശുവണ്ടി കൃഷിക്ക് വേണ്ടി ഭൂമി ചോദിച്ചിരുന്നു. അതും സിൻഡിക്കേറ്റ് നൽകാൻ തീരുമാനിച്ചു. ഗവൺമെൻറ്റിൻ്റെ അന്നത്തെ സപ്പോർട്ട് വഴങ്ങി. പക്ഷേ വലിയൊരു ബഹുജനരോഷം കാലിക്കറ്റ് ഉണ്ടായതിനെ തുടർന്ന് ഗവൺമെൻറ് അത് ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു. അതേപോലെ തന്നെ ഇതിനും ശ്രമിച്ചേ പറ്റുള്ളൂ. ഈ തരത്തിൽ സയൻസ് പാർക്കുകൾ ആരംഭിക്കാൻ സർവകലാശാലകൾ കേന്ദ്രീകരിച്ച് എല്ലാ സർവകലാശാലയും കേന്ദ്രീകരിച്ച്, കാരണം സർവകലാശാലയോട് ചേർന്ന് സയൻസ് പാർക്ക് വന്നെങ്കിൽ മാത്രമേ സ്വകാര്യ സംരംഭകർക്ക് ഗുണപ്രദമാകുള്ളൂ. പക്ഷേ മന്ത്രി ഉൾപ്പെടെ പറയുന്നതെന്ന് വെച്ചാൽ അത് വ്യവസായവുമായി യോജിപ്പിക്കുമ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ കിട്ടാൻ ഗുണം കിട്ടും. തൊഴിലവസരത്തിൻ്റെ പേര് പറഞ്ഞ് വികസനത്തിൻ്റെ പേര് പറഞ്ഞാണ് ഭൂമി കച്ചവടം നടക്കുന്നത്. ആ ഭൂമി ഇതെല്ലാം സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത്. ഒരിക്കലും ഈ ഭൂമി തിരിച്ച് സർവകലാശാലയ്ക്കോ സർക്കാരിനോ കിട്ടില്ല. ഇത് സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയായിട്ട് മാറി. ഇപ്പോൾ തന്നെ ഞാൻ ചോദിട്ടെ, കേരള സർവകലാശാല ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ഇന്ന് ആരാണ് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം പ്രവർത്തിപ്പിക്കുന്നതെന്നും ആരാണ് ഇപ്പോൾ അതിൻ്റെ താൽക്കാലികമായ ഏജൻസി ഉടമയും സർവകലാശാലയ്ക്ക് അറിയില്ല. മറ്റൊന്ന്, സർവകലാശാല സിൻഡിക്കേറ്റിന് ഇവരിൽ നിന്നും പാട്ടത്തുക വാങ്ങാമായിരുന്നു. പാട്ടത്തുക വാങ്ങാൻ തയ്യാറാവുന്നില്ല. 70 കോടി രൂപ 23 വരെയുണ്ട്, ഇപ്പോൾ 84 കോടി രൂപയായി. അവിടെ റെസ്റ്റോറൻറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്, 5 സിനിമാ തിയേറ്റർ പ്രവർത്തിക്കുന്നുണ്ട്, സ്വിമ്മിംഗ് പൂൾ പ്രവർത്തിക്കുന്നുണ്ട്, ഗവൺമെൻറ്റിൻ്റെ ഒരു IT സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ബാങ്കുണ്ട്, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളുണ്ട്. പിന്നെ അപ്പോൾ ടൂർണമെൻറ്റ്സും ഉണ്ട്. ഇതെല്ലാം നടക്കുന്നു. ഇതിന് സർവകലാശാലയ്ക്ക് നിയന്ത്രണമല്ല, സർവകലാശാലയ്ക്ക് പാട്ടത്തുകയും കിട്ടുന്നില്ല. അപ്പോൾ ഇത് വളരെ പ്ലാൻഡ് ആയിട്ടുള്ള പരിപാടിയാണ്. ഇക്കാര്യത്തിൽ CPM-ന് ആദ്യകാലം മുതലേ അവർക്കൊരു സ്ട്രാറ്റജി ഉണ്ട്. ഭൂമി, അതാണ് ഞാൻ പറഞ്ഞത്, മുമ്പ് ബംഗാളിലുണ്ടായിരുന്ന പോലെ അതേപോലെ ത്രിപുരയിലുണ്ടായിരുന്നത് കേരളത്തിലും ആവർത്തിക്കാൻ പോവുകയാണ്. ഇതിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് ഉണ്ടായില്ലെങ്കിൽ സർവകലാശാലയുടെ ഭൂമി മുഴുവനും വരാൻ പോകുന്ന നാളുകളിൽ നഷ്ടപ്പെടും.